കുറിപ്പാണ്. നമ്മൾ കുണ്ടലിനി തന്ത്രത്തിൽ 113 പേജിലുള്ള ഖേജരി മുദ്രയെ പറ്റി പറയാം. ഖേജരി മുദ്ര വളരെ വിശേഷപ്പെട്ടതും അമൃത് ദ്രവിപ്പിക്കുന്നതുമായിട്ടുള്ള മുദ്രയാണ്. അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ യോഗാസനങ്ങളും ചെയ്ത് ബന്ധങ്ങളും മുദ്രകളൊക്കെ ചെയ്ത് ശരീരം പുഷ്ടിപ്പെടുത്തിയതിന് ശേഷം വജ്രാസനത്തിലിരുന്ന് പുരികങ്ങളുടെ മധ്യത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കുക. കണ്ണടച്ച് ദൃഷ്ടി ഉറപ്പിക്കുക. കണ്ണ് പകുതി തുറന്നിട്ടും ചെയ്യാം. അതിട്ട് നാവ് പുറകോട്ട് വളച്ച് മൂക്കിൽ നിന്ന് അണ്ണാക്കിലേക്ക് വരുന്ന ആ ദ്വാരത്തിലേക്ക് ഇങ്ങനെ അടയ്ക്കാൻ ശ്രമിക്കണം. വളരെ ശ്രമിച്ച് അത് ചെയ്തതിന് ശേഷം ആ നാവിൻ്റെ അറ്റം കൊണ്ട് ആ ദ്വാരത്തേക്കൂടെ മുകളിലേക്ക് കയറ്റാൻ നോക്കണം. എന്നിട്ട് ദിവസവും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അത് നാവ് വലുതായി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഉള്ള നീളം വയ്ക്കും. കുറച്ച് കാലം പിടിക്കും. അങ്ങനെ ഇരുന്ന് ആദ്യം തന്നെ സഹസ്രാരത്തിൽ നോക്കുക. ആജ്ഞാചക്രം നെറ്റിയുടെ പുരികകളുടെ മധ്യത്തിൽ തൊട്ടല്ല കിടക്കുന്നത്, തലയ്ക്കുള്ളിലെ ഒരു സ്ഥാനത്താണ്. തലയുടെ പിന്നിലുള്ള നേരെ എതിർവശത്തുള്ള ബിന്ദു വിസർഗ ചക്രത്തിൻ്റെ തൊട്ട് മുന്നിലാണ് ഖേജരി മുദ്ര കൊണ്ടുണ്ടാകാൻ കിട്ടാൻ പോകുന്ന അമൃതിൻ്റെ ഒരു സ്ഥാനമുള്ളത്. അപ്പോൾ ലലനാചക്രം എന്നൊരു ചക്രം അതിനിടയ്ക്കുണ്ട്. ആ ലലനാചക്രവും ബിന്ദു വിസർഗ ചക്രവും ആജ്ഞാചക്രവും അതുകൂടാണ്ട് സഹസ്രാര ചക്രവും, അങ്ങനെ 4 ചക്രങ്ങൾ യോഗം ചെയ്യുന്ന ഒരു സ്ഥാനം. അതിനെ ശ്രദ്ധിച്ചിട്ട് അവിടെ അതിനെ പ്രലോഭിപ്പിക്കുന്ന തരത്തിൽ ശ്രദ്ധിച്ച് നാവ് കൊണ്ട് ഇങ്ങനെ കയറ്റി കൊണ്ടിരിക്കണം. വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് അമൃത് തുള്ളി തുള്ളിയായിട്ട് വരാൻ തുടങ്ങും. അമൃത് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് രോഗമോ മരണമോ വിശപ്പോ ദാഹമോ ഉറക്കമോ യാതൊന്നുമില്ല. യാതൊരു രോഗവും ഉണ്ടാവില്ല. പിന്നെ പ്രതിബന്ധങ്ങളില്ല, കർമ്മബന്ധങ്ങളില്ല. അമ്മ, അച്ഛൻ, ഭാര്യ, മക്കൾ അങ്ങനെയുള്ള ചിന്തയും ഇല്ല. പിന്നെ അയാളുടെ മനസ്സ് ഇങ്ങനെ ആകാശസഞ്ചാരിയായിട്ട് ശരീരം പിന്നെ ഒരു കനമില്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരും. പരിപൂർണമായിട്ട് അയാൾ ഈ ഐഹിക ജീവിതത്തിനെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇത് വളരെ പരിശ്രമിച്ചും ഗുരുവിൻ്റെ ശ്രദ്ധയോട് കൂടിയിട്ടും ചെയ്ത് പോയാൽ അമൃത് ലഭിക്കാനായിട്ടാവും. അമൃതിൻ്റെ രസത്തെപ്പറ്റിയൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ വരെ എത്തുമ്പോൾ മാത്രം അതിനെപ്പറ്റി ചിന്തിക്കുന്നതിൻ്റെ കാര്യമുള്ളൂ. അമൃത് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നാവിന് നീളം വയ്ക്കണം. നാവ് നീളം വയ്ക്കാനുള്ള പല വിദ്യകളും ഗ്രന്ഥാന്തരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദിവസവും അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ആ നാവ് നീണ്ടു വരും. ശരീരത്തിൽ നീളുന്നൊരു സാധനം നാവ് മാത്രം. അതിനെങ്ങനെ 2 കൈ കൊണ്ടും വെണ്ണ പുരട്ടി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ
അത് നീളും. എന്നിട്ട് അണ്ണാക്കിലൂടെ മേലോട്ട് പോയിട്ട് ഭ്രൂമധ്യത്തിൽ സ്പർശിക്കാൻ തുടങ്ങിയ നീളം വരുമ്പോൾ ആണ് ഖേചരി മുദ്രയാകണത്. അതുവരെ ഖേചരി മുദ്രയ്ക്കുള്ള പരിശ്രമമാണ്. ശ്രമിച്ച് നോക്കാവുന്നതാണ്. ശ്രമിച്ച് അമൃത് കുടിക്കാൻ കഴിഞ്ഞാൽ, അല്പമെങ്കിലും കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു അനുഭവങ്ങൾക്ക് കാരണമാവും. തൽക്കാലം ഇത്ര മതി.